അപ്പോൾ ഈ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ആലോചിച്ചു ഒന്ന് ഇവരെ അപ്രോച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ മോഹൻലാലിൻ്റെ അടുത്ത് കയറുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് മോഹൻലാൽ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഇതിലാണ് മോഹൻലാൽ പറഞ്ഞു. പക്ഷേ മോഹൻലാൽ ആ സമയത്ത് കുറേ സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അന്നൊരു സംവിധായകൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ സംവിധായകൻ്റെ പടം ഞാൻ മാറ്റി വെച്ചിട്ട് മേനോൻ സാറിൻ്റെ ഡേറ്റ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് തോന്നി അത് ശരിയല്ല, ഇത് വേണ്ട, അങ്ങനെ വേറൊരാളുടെ ഡേറ്റ് തട്ടിപ്പറിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ അടുത്ത് പോകുന്നു. പിന്നെ മമ്മൂട്ടിയാണ്. അപ്പം മമ്മൂട്ടിയും ഇതേപോലെ തന്നെ നല്ല തിരക്കാണ്. അപ്പം മമ്മൂട്ടി അടുത്ത് ചെന്നിട്ട് ഡേറ്റ് വെച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് കുറേ സിനിമകളുണ്ട്, എനിക്ക് കൃത്യം ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല, എന്തായാലും നമുക്കൊരു പടം ചെയ്യാം, നല്ലൊരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ റെഡിയാക്കിക്കോ, ഇനി എന്നെ വിളിക്കേണ്ട, ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിച്ചോളാം, എൻ്റെ ഏതെങ്കിലും ഒരു പടം മാറിപ്പോവും, അപ്പം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങിയപ്പോൾ ബാലേന്ദ്രൻ ധൈര്യമായി. കാരണം മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടി. അങ്ങനെ മമ്മൂട്ടി ബാലേന്ദ്ര മേനോൻ കോംബോയിൽ ഒരു സിനിമ വരുന്ന രീതിയിലൊരു ന്യൂസ് ബാലേന്ദ്ര മേനോൻ അങ്ങ് എല്ലാ മാഗസീൻസിനും കൊടുത്ത് അങ്ങ് സ്പ്രെഡാക്കി.